പരിഹാരത്തെപ്പറ്റി ഈ സന്ദർഭത്തിലെങ്കിലും നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത് ഒരു സാധനം ഇപ്പോൾ ഇവിടെ താഴ്ത്തി വെക്കുമ്പോൾ ഈ മട്ടൽമ ചവിട്ടിയ മാതിരി പോകും. ഈ മട്ടൽമ ചവിട്ടിയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഒരു ഭാഗം റെഡി ആകുമ്പോൾ മറ്റേ ഭാഗം പൊന്തും, അത് ചവിട്ടുമ്പോൾ വേറൊരു ഭാഗം പൊന്തും. അപ്പോൾ ഇത് ഇവിടെ നിന്ന് നിൽക്കില്ല. അത് പിന്നെ പല സംഗതികളും എന്ത് ചെയ്യും, അത് ഇന്ന പാർട്ടി എന്നില്ല, ഇന്ന വ്യക്തി എന്നില്ല, ഇന്ന ഗ്രൂപ്പ് എന്നില്ല, ഇന്ന സംഘടന എന്നില്ല, അത് ഈ സമൂഹത്തിൽ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം ഇന്നൊരു പാർട്ടിയിലാണെങ്കിൽ നാളെ വേറൊരു പാർട്ടിയിലാവും, ഇന്നൊരു വ്യക്തിക്കാണെങ്കിൽ ഇന്ന് വേറൊരു വ്യക്തിക്കാവും. അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ നാരായ പേരിലേക്ക് ചർച്ച കൊണ്ടുവരാൻ ഈ സന്ദർഭത്തിലെങ്കിലും എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇവർ തയ്യാറാകേണ്ടതുണ്ട്. ഇതിൽ 3 കാര്യം എനിക്ക് പറയാനുള്ളൂ. അതായത് ഒന്നെന്താ വെച്ചാൽ സ്ത്രീ പുരുഷ ബന്ധത്തിലെ അതിരുകൾ എന്ന് പറഞ്ഞാൽ ഒന്നും ഒറ്റക്കാവാൻ പാടില്ല. ഒരു പുരുഷനും സ്ത്രീയും എന്ത് ചെയ്യാൻ പാടില്ല, ഒറ്റക്കാകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതിപ്പോൾ നമ്മൾ പറയുമ്പോഴും ഇത് പ്രാകൃതമായി പറയണമെന്ന് പറയും, പക്ഷേ ഇത് പിന്നെ അനുഭവിക്കുമ്പോഴെങ്കിലും എന്ത് ചെയ്യണം, ഇത് മനസ്സിലാവും. അത് ചാറ്റിങ്ങിൽ ഒറ്റക്കാവാൻ പാടില്ല, ഫോണിൽ ഒറ്റക്കാവാൻ പാടില്ല, വാട്സപ്പിൽ ഒറ്റക്കാവാൻ പാടില്ല, ശാരീരികമായിട്ട് ഒറ്റക്കാവാൻ പാടില്ല. അത് ഒറ്റക്കായ അവിടെ മൂന്നാമനായി പിശാച്ചുണ്ടാവുന്നതാണ്, യാതൊരു തർക്കമോ കാര്യത്തിൽ വേണ്ട. അതേപോലെ തന്നെ പരസ്പര സ്പർശനം, അത് അന്യ പുരുഷനും അന്യ സ്ത്രീയും അവർ തമ്മിലുള്ള പരസ്പര സ്പർശനം എന്നത് വിവാഹത്തിലൂടെ എല്ലാം എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. വിവാഹപൂർവ്വ ലൈംഗിക ബന്ധം തെറ്റാണ്, കുറ്റമാണ്, പാപമാണ് എന്നു പറയാൻ എത്ര വൈകുന്നുവോ അത്രയും കിടന്നുരുളേണ്ടി വരും. മനസ്സിലായോ? ഇപ്പം എത്ര കാലം മീഡിയകൾ ധാർമ്മികത ഇത് പറയുമ്പോൾ എന്ത് ധാർമ്മികത എന്ന് ചോദിച്ച ആൾക്കാർ ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ധാർമ്മികതയല്ലേ മനുഷ്യന്, ഒരു പ്രത്യേക ഒരു ധാർമ്മികതയല്ലേ അത്. പിന്നെ നിയമം പറഞ്ഞാലും ഇല്ലെങ്കിലും നിയമം ശിക്ഷിച്ചാലും ഇല്ലെങ്കിലും ഒരു മനുഷ്യനൊരു ധാർമ്മികതയല്ലേ, നമ്മളെ കേരളത്തിനൊരു ബോധമല്ലേ എന്നൊക്കെ നമ്മളെല്ലാ ചാനലുകളും പറയുന്നില്ലേ അല്ലേ. അത് നമ്മൾ മതപരമായിട്ടുള്ള ആളുകളൊക്കെ വിശ്വാസികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അപരിഷ്കൃതമായ വാദം, 6-ാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കിട്ടാത്ത വാദം. പക്ഷേ ഇവരിത് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തല്ല ഒരു പ്രശ്നം. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇനിയെങ്കിലും എന്ത് ചെയ്യണം, ഈ ഒരു ധാർമ്മികതക്കും സദാചാരത്തിനുമൊക്കെ വില കൽപ്പിക്കുന്ന ഒരു സാമൂഹ്യ ഘടന കൊണ്ടുവരണം, കുടുംബത്തെ തിരിച്ചു കൊണ്ടുവരണം, വിവാഹത്തെ തിരിച്ചു കൊണ്ടുവരണം, അതിലേക്ക് ചർച്ച പോകണം.